ബീച്ചിൽ വന്നപ്പോൾ യാദൃശികമായി നമ്മൾ കുറച്ച് ആളുകൾ ഇവിടുന്ന് എന്താ സംഭവം തരുന്നില്ല പറത്തുന്നത് കണ്ടു. അത് ഇതാണ് ഇതിൻ്റെ ഇതാണ് എഞ്ചിൻ. ഈ ബ്രേക്കിന് മുൻചക്രമുള്ള ഒരു ബേസിൽ ഈ സാധനം നമുക്ക് ഈ മോട്ടർ നമ്മുടെ ബാക്കിലേക്ക് ഒരു ചക്രം ഉണ്ടാവും. ഈ ഇതിനോട് നമുക്ക് ചെയ്യാവുന്നത് അതിന് ഇത് പതിനെട്ടുണ്ടാവും. ഒരു സീറ്റിൽ ഇവിടെ ഒരു സീറ്റ് വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് നമ്മൾ ട്രെയിനിങ് വന്നുകൊണ്ട് നമ്മൾ അത് അയച്ചു വെച്ചിരിക്കുകയാണ്. അത് വിളിച്ചാൽ നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസഞ്ചർ കൂടി ഇത് കാല് വെച്ച് പോകാനാണ്, പാസഞ്ചർ വയ്ക്കാനുള്ള കാലാണ്. അത് നമ്മൾ ബ്രേക്കും ഇതിൽ ഇത് വിങ് മടക്കി വെച്ചിരിക്കുകയാണ്. ഈ വിങ് ഈ മെഷീനോട് പിടിപ്പിക്കും. പിടിച്ച് കണക്ട് ചെയ്ത ശേഷം വിങ്ങിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പിടിച്ചിട്ട് ഇത് പൊടിച്ചിട്ട് പവർ ഉണ്ടാവും. അതായത് ഇതിൻ്റെ ത്രോട്ടിലാണ്. ത്രോട്ടിലെടുത്ത് ആ വിങ്ങിൻ്റെ കൺട്രോൾ ഉണ്ടാവും. ഈ വിങ്ങിൽ നമ്മൾ പൊന്നി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ ഉണ്ടാവും. കൺട്രോൾ ചെയ്തിട്ട് ടു ദ സ്കൈ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യും. അതേപോലെ പറഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ വന്ന് നമുക്ക് ലാൻഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ട് തന്നെ ലാൻഡ് ചെയ്യണം. ഒരു ഹൈറ്റ് ഒരു 2000 ഫീറ്റ് വരെ പോകും. 2000 വരെ ഈസിയായിട്ട് പോകും. ഇതിനങ്ങനെ ലൈസൻസും കാര്യങ്ങളങ്ങനെ ഇതിന് ട്രെയിനിങ് കോഴ്സ് എടുക്കണം. സാറെ പോലുള്ളവരുടെ ട്രെയിനിങ് എടുത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യും. നമ്മൾ പറക്കാൻ നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് ഈ സാധനം ഒരു അപ്രോക്സിമേറ്റ് 10 lakhs 10 to 12 lakhs ഏറ്റവും ചെറുത്. ഇതിന്റെ മോഡൽ എങ്ങനെ മോഡൽ പല ടൈപ്പ് ഉണ്ട്, പല എഞ്ചിൻ കപ്പാസിറ്റി, പല സൈസ്. ഇറ്റാലിയൻ ഇതിന്റെ പേര് ക്വാളിറ്റി തോർ 303 ആണ്. ഈ എഞ്ചിൻ്റെ അതുപോലെ വിങ്ങും അതേപോലെ പല ബ്രാൻഡ് ഉണ്ട്. അതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. 2 ആൾ പോണത്, ഒരാൾ പോണത്, സ്പീഡ് പോണത്. അതുപോലെ തന്നെ കുറേ ഇതൊക്കെ ചെയ്യുന്നത് അക്രോബിക് ഒക്കെ ചെയ്യുന്ന വിങ്ങുണ്ട്. നമ്മളിവിടെ ഇത്രയും കമ്മിയാണ്. വിദേശങ്ങളിലൊക്കെ കൂടുതൽ ആയിട്ട് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് വന്നാൽ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഇത് ആമിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് കുറച്ച് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങാനൊക്കെ പറ്റും. ഇത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അതെ ഈ ഇതുണ്ടല്ലോ, ഇതിനെ പഠിപ്പിക്കില്ല. ആദ്യം തന്നെ ബ്രേക്ക് ഇട്ടുണ്ടാവും. പിന്നെ ഈ ത്രോട്ടിലുണ്ട്, ഇതിന് സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. മഴ പാടില്ല. പിന്നെ വിൻഡിൻ്റെ ഒരു സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊരു ആവറേജ് സ്പീഡുണ്ട്. അപ്പോൾ ആ സ്പീഡിൻ്റെ ഒക്കെ നമ്മൾ വിൻഡിൽ നിന്നുള്ള ആപ്പ് എന്തെങ്കിലും നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാം. ഇപ്പോൾ വടകര സെലക്ട് ചെയ്തത്, വടകര നമ്മൾ തിക്കോടി ബീച്ചിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് നാച്ചുറലി തിക്കോടി ബീച്ച് ഈസ് വെരി വെരി ഫ്രണ്ട്ലി. ഫസ്റ്റ് അവിടുത്തെ ജനങ്ങൾ നല്ല വെരി ഫ്രണ്ട്ലി ആണ്. രണ്ടാമത്തെ തിക്കോടി ബീച്ച് സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. ഫസ്റ്റ് മുഴുപ്പിലങ്ങാട്, രണ്ടാമത്തെ തിക്കോടി ബീച്ച്. നമുക്ക് നല്ല സാധാരണ ബീച്ച് പോലെയല്ല, സാൻഡ് ലൂസാണ് സാധനങ്ങൾ, നല്ല ഹാർഡാണ്. അപ്പോൾ നമ്മുടെ ട്രൈക്ക് ഓടിക്കാനും നമുക്ക് ഓടി കളിക്കാനും ഒക്കെ കളിക്കാനൊക്കെ വന്നതാണ്. നല്ല വിൻഡ് കണ്ടീഷൻസാണ്, നല്ല രീതിയിലുള്ള ബീച്ചാണ്. പിന്നെ എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഫുഡ് തലശ്ശേരി, കൊയിലാണ്ടി, നല്ല ഫുഡ്, തിക്കോടി ബീച്ച്, കല്ലുമ്മക്കായ്, വെരി ഗുഡ് ഫുഡ്, പത്തിരി, പച്ചപ്പത്തിരി, സൂപ്പർ. ഇവിടുത്തെ ആൾക്കാർ വെരി ഫ്രണ്ട്ലിയാണ്. പിന്നെ അവിടെ ഇതിന് ഇബ്രാഹിം ഫ്രണ്ട്ലി, ഇബ്രാഹിം വേറെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഹോംലി ഫീലാണ്. ഒന്ന് പിന്നെ ഇറ്റ്സ് വെരി സേഫ്. ട്രെയിനിങ്ങിന് വളരെ സേഫ്റ്റിയാണ്. വലിയ ക്രൗഡിൽ കുറച്ച് ആൾക്കാർ നല്ല ഓഫീസേഴ്സ് നടത്തുന്ന ട്രാവൽസ്. അതേപറ്റി നമ്മുടെ പോലീസ്, പഞ്ചായത്ത് ഭയങ്കര പ്രോബ്ലം. നമ്മളും വളരെ നല്ല സേഫ്റ്റി നോക്കി ചെയ്യാറുണ്ട്, നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ അവർക്കൊക്കെ പ്രൊമോഷൻ സാധനമാണ്, ലണ്ടൻ്റെ പ്രൊമോഷനാണ്. അപ്പോൾ അവർ ചെയ്യാൻ നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. കോസ്റ്റൽ പോലീസും മുനിസിപ്പാലിറ്റി, കോസ്റ്റൽ പോലീസ്, പഞ്ചായത്ത് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഈ സാധനം ഫ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ലോക്കൽ പിന്നെ കടക്കാർക്കും നല്ല ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറേ നല്ല ബിസിനസ്സിൽ
കഴിഞ്ഞ ദിവസം നമ്മൾ തിക്കോടി ബീച്ചിലെ വീഡിയോ, അവിടെയുള്ള ബീച്ച് ഫെസ്റ്റിൻ്റെ ഒക്കെ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും നമ്മളതിൻ്റെ ഡ്രോൺ ഷൂട്ട് വീഡിയോ എടുത്തിട്ട്, കാരണം തിക്കോടി ബീച്ച് ഫെസ്റ്റ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആൾക്കൂട്ടമൊന്നും നമുക്ക് ഒരു ജനങ്ങളുടെ തടിച്ചുകൂടലൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും പാരാഗ്ലൈഡിൻ്റെ മനോഹരമായ പറത്തിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സസ്പെൻസ്, നമുക്കും സസ്പെൻസാണ്, ഒരുപക്ഷെ നിങ്ങൾക്കും സസ്പെൻസ് ആയിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു കാഴ്ച കാണാനുള്ള ഒരു അവസരം എന്തായാലും കിട്ടിയിട്ടുണ്ട്.